നമ്മൾ ചെയ്യുന്ന ചടങ്ങ് കന്യാദാനം എന്നാണ് പറയുക. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മുഹൂർത്തത്തിൽ ചെയ്യേണ്ട കാര്യം ഇതാണ്. താലികെട്ട് വന്നിട്ട് നമുക്കതൊരു ലൗകികമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് താലികെട്ട്. മഹേശ്വരാഭ്യാം സ്വാഹ. पावन स्तुति पात्र पावन चरित्र पावन स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र पावन स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र सीता कल्याण वैभोगमे राम कल्याण वैभोगमे. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചടങ്ങ് കന്യാദാനം എന്നാണ് പറയുക. പൊതുവേ നമ്മുടെ ലോകത്തിലെ ദാനങ്ങൾ കുറേയുണ്ട്. അതിലേറ്റവും വലിയ ദാനം കന്യാദാനം. അതായത് നമ്മുടെ മകളെ ഒരാൾക്ക് കൈ പിടിച്ചു കൊടുക്കണം. അതാണ് കന്യാദാനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ദൈവങ്ങളെയും നല്ലോണം പ്രാർത്ഥിക്കുക. നമ്മൾ ചെയ്യുന്ന ഈ ചടങ്ങ് നല്ല മുഹൂർത്തത്തിൽ തുടങ്ങുന്നത് കൊണ്ട് അവരുടെ ജീവിതകാലം ദമ്പതികൾ സുഖസൗഖ്യത്തോടു കൂടി ഇരിക്കണം. ഉചിത കാലങ്ങളിൽ മംഗളമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കണം. അവർക്ക് നല്ല ഒരു പുത്ര സൗഭാഗ്യങ്ങളൊക്കെ എല്ലാ സമയത്തും എന്തൊക്കെ ആദാത സമയങ്ങൾക്ക് വേണ്ട എല്ലാ സൗഖ്യങ്ങളും അവർക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക. വിവാഹോത്സവ മഹാമംഗള മഹാശാന്തിക വൈഭവകർമ്മണി അസ്മിन् വിശേഷതഃ കന്യാദാന സ്വീകരണാർത്ഥം വിവാഹ ഓത്സവ മഹാമംഗള മഹാശാന്തിക കർമ്മണി കന്യാദാനം സ്വീകരണം കരിഷ്യേ. ശ്രീ മഹാദേവ്യൈ നമോ നമഃ. നല്ലോണം പ്രാർത്ഥിച്ചിട്ട് നമ്മൾ താലി കെട്ടുന്ന കല്യാണത്തിൽ പൊതുവെ താലി കെട്ടുന്ന ചടങ്ങാണ് എല്ലാവരും പ്രധാനം പറയുക. പക്ഷേ ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മുഹൂർത്തത്തിൽ ചെയ്യേണ്ട കാര്യം ഇതാണ്. താലികെട്ട് വന്നിട്ട് നമുക്കതൊരു ലൗകികമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് താലികെട്ട്. കന്യാദാനം ചെയ്യുന്നതാണ് പ്രധാനമായിട്ടുള്ള ചടങ്ങ്. അപ്പോൾ നല്ലോണം നമ്മുടെ നാട്ടിലുള്ള ഇവിടെ വരാൻ പറ്റാത്ത നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ടാവും, നമ്മുടെ വെൽ വിഷേഴ്സ് ഉണ്ടാവും, നമ്മുടെ കുടുംബത്തിലുള്ള വലിയ ആൾക്കാരുണ്ടാവും. അവരെല്ലാവരും മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ആ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വിഷ്ണുവിൻ്റെ കയ്യിൽ അങ്ങനെ കൊടുത്താൽ മതി. മകളുടെ കൈ പിടിച്ചിട്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ കൊടുക്കുക. ഓം കന്യാം കനകസമ്പന്നാം കനകാഭരണോജ്വലാം ദാസ്യാമി വിഷ്ണവേ തുഭ്യം ഗ്രഹലോകം ജിഗീഷജ. വിശേഷതഃ അഭീഷ്ടഫലസിദ്ധ്യർത്ഥം സമസ്തകാര്യാനുകൂലത ജയകരപ്രാപ്തിസിദ്ധിരസ്തു. കന്യാദാനമുഹൂർത്തഃ ശുഭമുഹൂർത്തഃ ഇത്യനുഗൃഹ്ണന്തു. ശുഭമുഹൂർത്തോസ്തു. പവനജസ്തുതി
स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र सीता कल्याण वैभोगमे राम कल्याण विवाह शुभमंगल वैभवार्थम सर्व अभीष्टफल सिद्ध्यर्थम उमामहेश्वर जप पूजा होम वैभव महामंगल महाशांतिक कर्मकारजिष्ये। ओम नमो भगवते श्री महागणपतये महालक्ष्मी नवग्रह देवताभ्यो नमो नमः। अनंताय स्वाहा ओम धर्माय स्वाहा ओम ज्ञानाय स्वाहा ओम वैराग्याय स्वाहा ओम ऐश्वर्याय स्वाहा ओम पद्माय स्वाहा पद्मस्य ऊर्ध्वे ओम महां उमामहेश्वरासनाय स्वाहा उमामहेश्वरमूर्तये स्वाहा उमामहेश्वराभ्यां स्वाहा। कार्यार्थं करिष्यमाण उमामहेश्वर जप पूजा होम वैभवार्थं दंपतीनां सुख सौभाग्य प्राप्त्यर्थं विवाहानन्तरम् अन्योन्यमैक्यमत्य स्नेहभाव प्राप्ति सिद्ध्यर्थम् आदित्यादि नवग्रह देवता प्रसाद फल सिद्ध्यर्थं कुटुंब देवता कुलदेवता अनुग्रह प्रसाद फल सिद्ध्यर्थं विशेष जप पूजा होम वैभव महामंगल महाशांतिक कर्म कारजिष्ये। ओम महां भवाय देवाय स्वाहा ओम तत्पुरुषाय विद्महे महा देवाय धीमहि तन्नः शिव प्रचोदयात् स्वाहा। ओम वागर्थाविव संभृक्तो वागर्थप्रतिपत्तये जगतः पितरो वन्दे पार्वती परमेश्वरौ उमामहेश्वराभ्यां स्वाहा उमामहेश्वराभ्यां स्वाहा उमामहेश्वराभ्यां स्वाहा। आदित्याय च सोमाय मंगलाय बुधाय च गुरुशुक्रशनिभ्यश्च राहवे केतवे नमः। नवग्रहदेवताभ्यः स्वाहा। आदित्याय च सोमाय मंगलाय बुधाय च गुरुशुक्रशनिभ्यश्च राहवे केतवे नमो नमः स्वाहा। आदित्याय च सोमाय मंगलाय बुधाय च गुरुशुक्रशनिभ्यश्च राहवे केतवे नमो नमः स्वाहा। नवग्रहमण्डलदेवताभ्यः स्वाहा सर्वग्रहमण्डलदेवताभ्यः स्वाहा ईशानग्रहमण्डलदेवताभ्यः स्वाहा। नक्षत्र राशि गोत्र गोचारमण्डलदेवताः स्वरूपाय नवग्रहदेवताभ्यः स्वाहा। सर्वलोकाधार समरैकधीर सर्वलोकाधार समरैकधीर गर्वमानसदूर कनकाकदीर सर्वलोकाधार समरैकधीर गर्वमानसदूर कनकाकदीर सीता कल्याण वैभोगमे राम कल्याण वैभोगमे।
la